ഗൈസ്, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ട്രെൻഡിങ് ഫുഡ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രെൻഡിങ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമല്ല, അന്ന് നമ്മൾ ട്രെൻഡിങ് ഫുഡ് ചലഞ്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈറൽ ഫുഡ് അത് തന്നെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ട്രൈ ചെയ്യുമ്പോൾ ട്രെൻഡിങ് വേണമെങ്കിൽ എന്റെ കൂടെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അടങ്ങി ഒതുങ്ങിയിരുന്ന ട്രെൻഡിങ് തരും. അപ്പൊ ഗൈസ്, ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു. നമ്മളൊരു മാംഗോ ഇല്ലേ ഗൈസ്, ആംചി എന്ന് പറയണ അല്ലേ, ഹോക്കോ ആംചി മാംഗോ ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക്. അതാ അപ്പൊ നമ്മളെ ഇടയ്ക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ഒരു മാംഗോ, ഒരു മാങ്ങ. അതിങ്ങനെ തുറക്കുമ്പോ അതേ മാങ്ങ പോലെ മാംഗോ ഐസ്ക്രീം. പക്ഷെ ആ സാധനം നമ്മുടെ ട്രിവാൻഡ്രത്തിന് ചോദിക്കാത്ത കടകളില്ല. പക്ഷെ ബാക്കി സെപ്റ്റോയില് ബ്ലിങ്കിറ്റില് അതിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിയപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക്. 2 ദിവസമായിട്ട് നമ്മൾ നോക്കുന്നു, ഇല്ല. അപ്പൊ എന്തായാലും നമ്മൾ എടുത്തിട്ടുള്ള ഇപ്പൊ നമ്മൾ കുറെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള കുറെ വൈറൽ ഐറ്റംസ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ എല്ലാവരും പറയുന്നത് സൂപ്പർ ഫെന്റാസ്റ്റിക് ആണെന്ന്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം. നമ്മുടെ റിവ്യൂ, അതെ നമ്മുടെ റിവ്യൂ നിങ്ങളോട് പറയാം, ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതെ, അപ്പൊ നമ്മൾ ഒരു ലോഡ് സാധനങ്ങൾ ട്രൈ ചെയ്ത് നമ്മൾ ഇവിടെ വാങ്ങിച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോ നിന്റെ ഇത് കാണാനാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, ഓരോ ഐറ്റം ആയിട്ട് വരട്ടെ, നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. പൊക്കപ്പുറത്ത് കയറിയിരുന്നല്ലോ. ഞാനും ഇരിക്കട്ടെ, ഈ പൊസിഷൻ കൊള്ളാം, നല്ല രസമുണ്ട്. മറ്റേ കറങ്ങുന്ന സാധനം ഇവിടെ ഉണ്ടെങ്കിൽ നൈസ് ആയിരുന്നു. ഡൈനിങ് ടേബിൾ ഉണ്ടല്ലേ. അപ്പൊ ഗൈസ്, നമുക്ക് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് പോവാം. റെഡി, 1 2 3. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ സൈൻ ലെബൻ. ഇത് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ എല്ലാരും ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ കഴിച്ചിട്ട് വൗ എന്നാണ് പറയുന്നത്. നമുക്ക് ട്രൈ നോക്കാം. അത് മെയിൻ ആയിട്ടേ ഈ ഫുഡിന്റെ വ്ലോഗ് കൂടി ആയതുകൊണ്ട് അമ്പൂട്ടൻ മെയിൻ ആണ്. സ്പൂണും കൊണ്ട് നടക്കുന്നത് ഇപ്പോഴേ, സ്പൂണും കൊണ്ട് മാർക്ക് എഴുതാൻ പേനയും തിന്നു നോക്കാൻ സ്പൂണും. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇവിടെ ആരോ ശബ്ദം ഉണ്ടാക്കി. മാംഗോ 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 മാംഗോ. ഓ സെറ്റ് ആണ് കേട്ടോ. ആരോ ശബ്ദം ഉണ്ടാക്കുന്ന അമ്പൂണോ? അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ വില എത്രയാണ്? വില ലാസ്റ്റ് പറയാം. ഗസ് ചെയ്യണേ. ഞാനാണ് എല്ലാം വാങ്ങിച്ചത്. മൃദുല ഗസ് ചെയ്യണം വില എത്രയാണെന്ന്. മൃദുലല്ലേ മധുരത്തിന്റെ ആശാത്തി. അപ്പൊ ആദ്യം താങ്കൾ തന്നെ ടേസ്റ്റ് ചെയ്തോ. അമ്പൂന് കൊടുക്കാം, മാങ്ങ കൊടുക്കാം. മാങ്ങ തിന്നാലോ അമ്പൂന്. എന്നാ മാങ്ങ സ്പൂണി വെച്ചാ ഇച്ചിരി ആവോ മൃദുല. എന്തായാലും ഇന്ന് എന്തായാലും ഇപ്പൊ ഉച്ചക്ക് ഇട്ട ഡ്രസ്സല്ലേ, നമ്മളെ കാട്ടി മുമ്പേ അവൻ ടേസ്റ്റ് ചെയ്യും. ഇവിടെ കുനാഫയൊക്കെ ഉണ്ടല്ലേ ഇതിനകത്ത്. ഇവിടെ മൊത്തം ആക്കി കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ആ തരത്തില്ല, പോടാ അവിടെ. എനിക്ക് വേണം. എടേ എനിക്ക് വേണമെന്ന്. നമ്മുടെ മാംഗോ പ്യൂർ മേളിൽ ഇങ്ങനെ ഒഴിച്ചേക്കുന്നു. അടിയിൽ കുനാഫ, മേളിൽ മാംഗോ. മാങ്ങയുടെ പൾപ്പുണ്ട്. പിന്നെ ഓർമ്മ കഴിച്ചോട്ടെ. ഞാൻ കുറെ റീൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിന്റെ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ മാംഗോയുടെ പൾപ്പും മുകളിൽ ഈ മാംഗോയുടെ ഓരോ ക്യൂബുമായിട്ട് പൊളി കേട്ടോ. അടിപൊളി സാധനം. പക്ഷെ എനിക്ക് തിന്നാൻ സമയമില്ല. അപ്പൊ ഗൈസ്, നമ്മുടെ സാധനം ഇതിന്റെ പേരെന്തുവായിരുന്നു? മറന്നുപോയി. മാംഗോ മാംഗോ പുട്ടിംഗ് എന്ന് പറയാം വേണമെങ്കിൽ, ഇല്ലേ? എന്റെ പേര് കറക്റ്റ് ചെയ്യാനും മറന്നുപോയി. അപ്പൊ എനിവേ ഫുഡ് സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് ടോപ്പ് നോച്ച് ട്രെൻഡിങ്ങിൽ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും മധുരമാണല്ലോ. മത്ത് പിടിക്കുന്ന മധുരം. ഇത് ഫുൾ ഒരാൾക്ക് ഒരിക്കലും തിന്നാൻ പറ്റൂല, ടൈം എടുക്കും. എങ്ങനെ പോലെ ഒരു 800 കലോറി കാണും ഉറപ്പായിട്ടും. പിന്നെ 800 കലോറി എങ്ങനെയാലും അതിന് മുകളിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. 2 പേർക്ക് ഇരുന്ന് കഴിച്ചാൽ ഈക്വലായിട്ട് 400 അടിയിൽ കുനാഫ ഫ്രൈ ചെയ്തത്, മറ്റേ അതിന്റെ മുകളിൽ ഐസ്ക്രീമിന്റെ ഒരു കോട്ടിങ്, അതിന്റെ മുകളിൽ മാംഗോയുടെ പൾപ്പ്, അതിന്റെ മുകളിൽ നമ്മുടെ അൽഫോൺസ് മാംഗോ
മാംഗോ, അത് നല്ല പഴുത്ത പ്യൂരി മാംഗോ ഉണ്ട്, അതിന്റെ മേളിൽ പിന്നെ ആ മാംഗോ കുറച്ച് അരിഞ്ഞിട്ടേക്കുന്നു. അരിഞ്ഞിട്ടേക്കുന്നു. സോ സാധനം കൊള്ളാം ഗൈസ്. ഈ മാങ്ങ അടിപൊളി കേട്ടോ. നമ്മളത് വീട്ടിൽ വാങ്ങുന്ന മാങ്ങ എന്തോ ഒരു പുളിയാ. അടിപൊളി കളർ അങ്ങനെ ഇരുന്നാലും അടിപൊളിയായിരുന്നല്ലേ. വില, ഇനി വിലയാണ്. ഗസ്റ്റ് റൈറ്റ് പറയൂ. ബ്രാൻഡ് ആയതുകൊണ്ടും വൈറലായതുകൊണ്ടും എങ്ങനെ പോലെ ഒരു 400 സംതിങ്, 500 താഴെ. 350 ഗൈസ്. 350 രൂപയ്ക്ക് എനിക്കത് ഭയങ്കര വെറുതായിട്ട് തോന്നി. കുഴപ്പമില്ല, ഒരു 3-4 പേർക്കൊക്കെ കഴിക്കാം. 4 പേർക്കല്ല, 2 പേർക്ക് സുഖമായിട്ടിരുന്ന് കഴിച്ചൂടെ? അല്ല മധുരല്ലേ, 4 പേര് തിന്നാ മതി നിങ്ങള്. അങ്ങനെ ഷെയർ ചെയ്ത് കലോറി ഷെയർ ചെയ്ത് കഴിച്ചോ. ഇവിടെ എന്തുവാ ഇവിടെ ആർക്ക് ചെവിന്നെല്ലാം കേൾക്കണ്ട. ഞാൻ വഴക്ക് പറഞ്ഞല്ല, ഞാൻ ഒരു കാര്യം എന്തോ ചൂണ്ടിക്കാണിക്കണം, അവൻ എന്തോ വേണം. ഇപ്പൊ ആക്ടിങ് ഞാനിപ്പോ അമ്പൂട്ടനെ ചുമ്മാ ഇങ്ങനെ അടിക്കുവാണേ. കുർത്തിക്കട് കാണിക്കണോടാ. ആ തടവി കൊടു. ചോദിക്കും തടവ. മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളു. സാധാരണ കൈ വിഷമിച്ചിരിക്കുന്നു, കൈ പിടിച്ച് അവൻ തടവാൻ പറയും. അടിച്ചതെവിടാ, തടവട്ടെവിടാ. അടാ ഗൊമ്മാലെ, ഞാൻ കയ്യിലടിച്ചിട്ട് ഇതിപ്പോ ചുമ്മാ അടിച്ചില്ലെങ്കിൽ പോലും അവ എവിടെയെങ്കിലും പോയി തട്ടിയിട്ട് വന്നാലും നമ്മൾ തടവി കൊടുക്കും. എങ്ങനെ കൈ പിടിച്ച് പോട്ട്. മൂക്കിലാണോ അച്ഛ അടിച്ചേ? നീ കുഞ്ഞിന്റെ മൂക്കിലാണോ അടിച്ചേ? നിന്റെ മൂക്കിൽ എപ്പോഴാണ് അടിച്ചത്? ഞാൻ കണ്ണിലാണ്. പോട്ട് ബാബേ, പോട്ടടി ബാബേ. ഇങ്ങനെ പുളുത്തി വെച്ചേക്ക് നോക്കിയാണ്. അച്ഛനെ പൊണ്ണിങ്ങ വാ, അതൊക്കെ വിടും. നമുക്ക് അങ്ങനെ മനസ്സിലെ പൊണ്ണുള്ളൂ. നാളെ കിടന്നില്ല. അതെ പൊണ്ണല്ലേ. സ്പൂണ് വേണോ? എന്നാ മൊത്തം അളിച്ചോ. അളിച്ചോ. എന്തോ വേണ്ട, എന്തോ ചെയ്യണ്ടേ അറിയണ്ടേ നമുക്ക്. തിന്നാൻ ഇഷ്ടമല്ല പുള്ളിക്ക്. ഇപ്പഴേ ഞാൻ പറഞ്ഞു, തിന്നാൻ പുള്ളിക്ക് ഇഷ്ടമല്ല. അതെ, ഇത് ഐഫോണിന്റെ കേബിൾ ആയിട്ടോ എന്റെ സാധനം. ചൂണ്ടിക്കാണിച്ച് ഞാൻ എടുത്തു കൊടുത്തു, എനിക്കത് മാത്രമേ അറിയൂ. അടുത്ത സാധനം വിളിക്കട്ടെ അമ്പോ പ്ലീസ്. ഇത് കഴിഞ്ഞു. അടുത്ത ഐറ്റംസ് വെയിറ്റിംഗ് ആണ് ഓരോന്നായിട്ട്. മൃദുല, ഇത് 5-ന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം ഈ സാധനത്തിന്? വിലയും എല്ലാം വെച്ചിട്ട് വില 350 ഉള്ളൂ. 4 കൊടുക്കാം. 350 ഉള്ളൂ. നമുക്ക് ഔട്ട് ഓഫ് 5 മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പക്ക സാധനമായിരിക്കും. സോ ട്രൈ നോക്കുക, നിങ്ങൾ എന്നിട്ട് തീരുമാനിക്കുക. വൈറൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വൈറൽ അത്ര ഹൈപ്പ് ആ ഒരു സംഭവം ഇല്ല, പക്ഷെ എന്താ പോലും നല്ല ടേസ്റ്റ്. 5-ല് 4 അല്ലേ? 5-ല് 4. പൊന്നമ്പു നീ എന്തു അമ്പു നീ ഇങ്ങനെ എന്തു അമ്പു കട്ടുണ്ടോ അമ്പു നിങ്ങളെ കാര്യം. ഡാൻസ് ഒന്നും കളിക്കണം. നിങ്ങൾ വലിയ സള്ളിയായിട്ട് വരുവോ? അപ്പൊ ഇപ്പൊ നമ്മളെക്കാട്ടി മുമ്പേ നീ ഇപ്പൊ ഫുഡ് റിവ്യൂ ചെയ്യുന്നേ. നമ്മള് നിർത്തിപ്പോട്ടെ. കൊള്ളാമോ? എങ്ങനെയുണ്ട്? എത്ര മാർക്ക് കൊടുക്കുന്നു പറയൂ. അമ്പു അതിലുടുപ്പിലൊക്കെ ആക്കി. നെക്സ്റ്റ് ഐറ്റം. ഹേ ഗൈസ്, അടുത്തത് നമ്മൾ ഡ്രിങ്ക് എടുത്തിരിക്കുകയാണ്. ഉണ്ട് കേട്ടോ. ഈ ഡ്രിങ്ക് വിരാട് കോഹ്ലി കുറെ പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഈ ഡ്രിങ്ക് അല്ലേ? അത് തന്നെ തോന്നുന്നു. ഈ ഡ്രിങ്ക് വിരാട് കോഹ്ലി കുറെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. വിരാട് കോഹ്ലി പ്രൊമോട്ട് ചെയ്യും, നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല. അതെ, നമ്മൾ എടുക്കുന്ന ഒരു പ്രൊഡക്റ്റും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ ജസ്റ്റ് ട്രൈ ചെയ്യുന്നു. നമ്മളിങ്ങനെ വൈറലായിട്ടുള്ളതും കുറച്ച് യുണീക്ക് ആയിട്ടുള്ളത്, നമ്മൾ ഇതൊരു കുടിച്ചിട്ടില്ലാത്തതായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കഴിച്ചിട്ടില്ലാത്തതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കുക, ഒന്ന് കഴിച്ചു നോക്കുക എന്നുള്ളൊരു സംഭവമാണ്. സോ ഇത് എന്താണ് സാധനം? ഫ്രൂട്ട് ഡ്രിങ്ക് ആണ്, സ്ട്രോബെറി ഫ്ലേവർ ആണ്. ഇതിനകത്ത് ആഡഡ് വൈറ്റമിൻസ് B3, B5, B7, ഇലക്ട്രോലൈറ്റ്സ്. വലിയ സാധനങ്ങളല്ലേ? അതൊക്കെ ഇതിനകത്തുണ്ടോ? വലിയ സാധനങ്ങളാണ്, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. എന്താണ് ഇലക്ട്രോലൈറ്റ്സ്? താങ്കൾ സൂളജി നമുക്ക് ഇത് പൊട്ടിക്കാം, എന്നിട്ട് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ വലിയ താളം ഇടുന്നതാ ഓരോ സൂളജിയുടെ ഓരോ സാധനങ്ങൾ. നല്ല കറക്റ്റ് ആയിട്ട് അറിയാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഇതെനിക്ക് അറിയാം, പക്ഷെ ഒരു പുക പോലെയുള്ളൂ. അഥവാ തെറ്റിയാലോ? അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറച്ചിൽ നിർത്തി. സൗണ്ട് കേട്ടില്ല. ഓ, സോഡ അല്ലല്ലേ? സോഡ ഒന്നുമല്ല, കുടിക്കാണ് ഗൈസ്. പച്ച വെള്ള കളർ കേട്ടോ, വേറെ ഒരു കളറും അല്ല. വേറെ നമ്മളെ നോർമൽ വെള്ളത്തിന്റെ കളറാണ്. കളറില്ല. കമ്പനി പറ്റിച്ച് കുടിച്ചു നോക്കി. ഹാപ്പി ഫിസ്സാ. എവിടൊക്കെ ഒരു ഹാപ്പി ഫിസിന്റെ ഒരു മിക്സ് സാധനം. എന്നാ ഒരു കയ്പില്ലേ? കുടിച്ചു കഴിഞ്ഞിട്ടൊരു ഏതോ ഒരു മുട്ടായിയുടെ ഫ്ലേവർ. ബൂമർ നമ്മളെ പണ്ടത്തെ ബൂമർ. എനിക്ക് റെഡ് ബുള്ളിന്റെ സാധനം കുടിക്കുമ്പോഴും അതേ ബൂമറിന്റെ ടേസ്റ്റ് ആയിട്ടോ തോന്നുന്നേ. ഇല്ലേ?
ആപ്പി ഫിസിന്റെ വീര്യം കുറഞ്ഞ സാധനത്തിന്റെ അകത്ത് കുടിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ബൂമറിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കലോറി ഇതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ. 42 കലോറി എനർജി, 42 കലോറി. 42 100 ml 42. പക്ഷെ ഇത് ലാഭം കുഴപ്പമില്ല. ലാഭം മീൻസ് അങ്ങനെ വലിയ കലോറി ഇല്ല, വലിയ ആഡഡ് ഷുഗർ ഒക്കെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും കോഹ്ലി കുടിക്കത്തില്ല, പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. ഇത് ഈ നീല കാണുന്ന തന്നെ കുപ്പിയുടെ കളറാ അല്ലേ? കുപ്പിയുടെ മാത്രമല്ല, വെള്ളം ഇത് ഈ കളർ തന്നെ കണ്ടോ, പച്ചവെള്ളത്തിന്റെ കളറാ. അങ്ങനെ കളറൊന്നുമില്ല. അതല്ല, ഈ ഒരു നീലമയം കാണുന്ന കുപ്പിയുടെ നീലയാന്ന് പറഞ്ഞത്. അതൊക്കെ വെള്ളം നമ്മളെ പച്ച നോർമൽ പച്ച കളറാ. വെള്ളത്തിന് കളറില്ല. വെള്ളത്തിന് കളറല്ല, പച്ചവെള്ളം. അതെ, എന്ന് വെച്ചാൽ പച്ച കളറല്ല. ഞാൻ എന്ത് പറയുന്നേ, രണ്ടു ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ അച്ഛനായിപ്പോയി. അതുകൊണ്ട് ഞാൻ വില ഗസ് ചെയ്യും. വില ഇതിപ്പോ എത്ര ml ആന്ന് പറ. ഈ കുപ്പി ml ആന്ന് പറഞ്ഞ വില കറക്റ്റ് ആയിട്ട് പറയും. പറയാം. ഇത് 100 ml. 100 ml ഒരു 100 ml ഉള്ളൂ. ഇത് 250 ml. 250 ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു 90 80-90 ആ റേഞ്ച് വില. ഞാൻ നോക്കുന്ന ഈ ചില വില ഇവിടെ ഇവിടെ 70 രൂപ. അതല്ല 70 രൂപയ്ക്ക് നല്ല ഡ്രിങ്ക്. അല്ല, ഇത് കുറച്ച് ഇതാണല്ലോ. അതിനകത്ത് വൈറ്റമിൻ B3 4 7 ഒക്കെ ഉണ്ടെന്നല്ലേ അവര് വാദിക്കണ്ടേ. B3 7 ചുമ്മാ ഞാൻ പറഞ്ഞ ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതാ. അപ്പം 70 രൂപയ്ക്ക് ഇന്ത പാക്കറ്റ് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. 250 ml. കാരണം ചിലടത്ത് പച്ചവെള്ളം കിട്ടും 100 രൂപയ്ക്കൊക്കെ. PVR-നകത്ത് പച്ചവെള്ളം, PVR-നകത്ത് മിനറൽ വാട്ടറിന് അവര് വാങ്ങുന്ന 70 രൂപ. അത് അപേക്ഷിച്ച് കുഴപ്പമില്ല. അപ്പം ഇത് നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ 70 രൂപയ്ക്ക് ലാഭം ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. നമുക്ക് ഇതിന്റെ സയൻസ് വശങ്ങളൊന്നും നമുക്കറിയില്ല. കുടിക്കുക, ടേസ്റ്റ്. നിങ്ങൾ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കമന്റ് ചെയ്യണം. ഞാൻ പലപ്പോഴും ലുലു പോകുമ്പോൾ കണ്ണാടി കൂട്ടി ഇത് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പൊ എപ്പോഴെങ്കിലും വാങ്ങണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളിപ്പോ വാങ്ങിച്ച് കുടിച്ചു. നമ്മളിപ്പോ സ്ട്രോബെറി ഫ്ലേവർ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതിനൊരു 5-ല് നമുക്കൊരു 4 കൊടുക്കാം. 4 തന്നെ കൊടുക്കാം. ഒരാള് വണ്ടി പുറത്തോട്ട് എടുക്കാൻ കഷ്ടപ്പെടുന്നു. അപ്പൊ അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത ഫുഡ് എടുത്തിട്ട് വരാം. അപ്പൊ അടുത്ത ഐറ്റം എന്താണ് മുതലേ? തേർഡ് ഐറ്റം നമുക്കൊരു പാക്കറ്റ് ഫുഡ് ആക്കാം. കൈ പിടിച്ചോ. ഇത് ഞാൻ കുറെ ആഡ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ സാധനം യൂട്യൂബ് ഇൻസ്റ്റയിലൊന്നും അങ്ങനെ ട്രെൻഡിങ് ഒന്നും അല്ല, പക്ഷെ ആഡ് കുറെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. പ്ലാം ഓയിൽ അല്ല, പാം ഓയിൽ. സ്മോക്കിംഗ് ഹോട്ട്. ഇതിന്റെ പേര് ഗോസ്റ്റ് ചിപ്സ്. പ്രേതം ഉണ്ടാക്കി ചിപ്പെന്നാ പറയുന്നത്. തിന്നോക്കാം. അങ്ങനെയാണ് പൊട്ടിക്കുന്നത്. നമുക്ക് അങ്ങനെ പൊട്ടിച്ചാലോ. എന്നിട്ട് വിരലിട്ടിട്ട് ഒറ്റ കീറല. എന്നാലേ ഇവിടെ മൊത്തം ആവത്തുള്ളൂ. തിന്നുമ്പോഴേ ഒരു ഇത് ലേസ് അല്ലേ? ലേസിന്റെ സെയിം കളർ, സെയിം സാധനം. ആഴ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് എരിയുണ്ട്. അതിനകത്ത് എരിയുണ്ട്. സ്മോക്കിംഗ് ഒരു പുക എരി, അതായത് ഒരു പുകച്ച ടേസ്റ്റ് ഉണ്ടല്ലോ. മനസ്സിലായോ? മനസ്സിലായില്ല. പുകഞ്ഞൊരു ടേസ്റ്റ്. മുളക് പുകച്ച ആ ഒരു സ്മോക്കി ഫ്ലേവർ എന്ന് പറയും കുട്ടിയെ. അതല്ലേ ഞാനും നീ പുകച്ച എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടില്ല സീരിയസ്ലി. ഒരുമാതിരി തിന്നുമ്പോൾ തൊണ്ടേ കുത്തുന്നു അല്ലേ? തൊണ്ടേ കുത്തുന്നില്ല. എരി എന്ന് പറഞ്ഞാലും വലിയ എരിയൊന്നുമില്ല, പിന്നെ നല്ല സോഡിയം ഉണ്ട്. ഇതിന്റെ കാലറി അയ്യോ 536 കാലറി. സോ ഗൈസ്, ആഫ്റ്റർ 5-ല് ഒരു 1 എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. താങ്കൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് മാർക്ക് കൊടുക്കാം. റേറ്റ് പറഞ്ഞില്ല. ഈ റേറ്റ് ആയിട്ട് റേറ്റ് 60 രൂപയാണോ ആയിരിക്കും? 60 രൂപയോ? 20 രൂപ. ലാഭോടെ നീ തിന്ന്. പാമോയിൽ ഇരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ലേസിനൊക്കെ യൂസ് ചെയ്യുന്ന പാമോയില എനിക്ക് അറിയത്തില്ല. അറിയെങ്കിൽ പറയൂ ഗൈസ്. ലേസ് ബിങ്കോയിലൊക്കെ പാമോയിലാണോ യൂസ് ചെയ്യുന്നത്? ഇതിനകത്ത് നോ പാമോയിൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു റാമേന്റെ അവിടുത്തെ ടേസ്റ്റ് ആണോ എന്താണോ എന്തോ അറിയാൻ വയ്യ. അപ്പൊ ഗൈസ് എനിക്കത് ഒരു മാർക്ക് കൊടുക്കാം. 20 രൂപയല്ലേ ഒരു 2 കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ഫുഡ്. അടുത്തത് നമുക്ക് തന്നെ ട്രെൻഡിങ് ആയിട്ട് തോന്നി. ചിലപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം ഇത് ട്രെൻഡിങ് ആയാലോ. അല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. നമ്മൾ കണ്ടപ്പോ ഒരു പുതുമ തോന്നി, നമ്മൾ കഴിച്ചിട്ടില്ല, എന്നാ പിന്നെ ഇത് എടുക്കാം. നമ്മൾ ഈ എടുത്തിട്ടുള്ള എത്ര സാധനങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളിതൊന്നും കഴിച്ചിട്ടില്ല. അതെ, അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം നമ്മൾ അങ്ങനെ കണ്ടതാണ്, ലുലുമാളിൽ കണ്ടതാണ്. ജാം റോള് പൈനാപ്പിൾ വെച്ചിട്ട് അവർ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. ലുലുവിന്റെ പ്രോഡക്റ്റ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പൊട്ടിക്കാൻ വേണ്ട ഇച്ചിരി കുറവാണ്. ഇങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ തുറന്നു വരും. വേണേൽ ഇത് വഴി എടുക്കാൻ തോന്നുന്നു. ഇതൊന്ന് പൊട്ടിച്ചാൽ മതി.
അയ്യേ അത് പൊട്ടിച്ചാ മതിയായിരുന്നു. അല്ല നല്ല രീതിക്ക് എടുക്കണ്ടേ. ഓ എന്റെ മോനെ ജംഗ്ലാംബ്ലി ഗുംഗ്ലാംഗ്ലി ഐറ്റം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നേന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം സാധനം. ഇത് പൈനാപ്പിള് അരച്ച് ചേർത്ത് നമ്മള് റോളാക്കി സാധനം ഉണ്ടാക്കിയതായിരിക്കും കേട്ടോ. നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനം കാണാൻ കിടില്ല. എന്റെ മനസ്സ് പറയുന്നു ഇതൊരു ജിഞ്ചാങ്കടി ഐറ്റം. ക്വാണ്ടിറ്റി ഉണ്ട്. അതെ ടേസ്റ്റ്. മസ്റ്റ് ട്രൈ ചെയ്യണത്. മധുരം നല്ല കൂടുതലുണ്ട്. പക്ഷെ ആ പൈനാപ്പിളിന്റെ ജാമിന്റെ പൈനാപ്പിളിന്റെ ആ ഒരു പൽപ്പിന്റെ ഒക്കെ കൂടെ ടേസ്റ്റ്. വെല്ല് ജാടയത്. ഓക്കെ പൊളി സാധനം. എനിക്ക് ഭയങ്കര മധുരം ഫീൽ ചെയ്തോ. കിട്ടില്ലല്ലേ? നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോ സാധനം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് ട്രൈ ആണ്. ഇതിന്റെ കലോറി വരുന്നത് 100 ഗ്രാമിന് 127 കലോറി. കുഴപ്പമില്ല, ഇത്രയും മധുരമുള്ള സാധനം. 100 ഗ്രാമിന് 127 കലോറി. നീ മേലത്ത് പോയി ആ സാധനത്തിലൊത്ത് ഓടി നോക്കണം കേട്ടോ. വല്ലപ്പോഴും ഒരു 100 കലോറി മനുഷ്യൻ മുക്കി മൂളിയാ ഓടുന്നത്. അങ്ങനല്ല, സാധാരണ ഈ മധുരമുള്ള സാധനങ്ങൾക്ക് 500 പോവാ. ഓക്കെ, ഞാൻ പ്രൈസ് ഗസ് ചെയ്യട്ടെ. ഓക്കെ, 150. ഓർമ്മയുണ്ടല്ലേ ഈ വാങ്ങിച്ചപ്പോ? ആണോ? കറക്റ്റാണോ? ഞാൻ ചുമ്മാ ഗസ് ചെയ്തേ. നീയാണ് അത് ചുമ്മാ ഗസ് ചെയ്താണ്. ഫാറ്റ് 2 ഗ്രാമേ ഉള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ലല്ലോ. ഫാറ്റ് 2 ഗ്രാം കറക്റ്റാണോ? അപ്പൊ സാധനം നമ്മള് 5 സ്റ്റാറിലെ 5 സ്റ്റാർ കൊടുത്തിരിക്കുന്നു. സാധനം മസ്റ്റ് ട്രൈ. ഈ വിലക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇനി വൈറലാകാൻ പോകുന്ന ഐറ്റോ പൈനാപ്പിൾ ജാം റോൾ. ഇനി വേറെ ഫ്രൂട്ട്സിന്റെ ജാം റോൾ ഉണ്ടോ നമുക്ക് അറിയത്തില്ല. നമ്മൾ ട്രൈ ചെയ്തത് ഇതാണ്. അടിപൊളി സാധനം. അമ്പൂട്ടനും ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് കഴിപ്പുണ്ട്. കുറച്ച് കൊടുത്തു ഞാൻ. അപ്പൊ അടുത്ത പ്രൊഡക്റ്റ്, അടുത്ത സാധനം, നെക്സ്റ്റ് ഐറ്റം നല്ലൊരു കളർഫുൾ സാധനമാണ്. ഇത് കണ്ടപ്പോഴേ ആരുടെ ആയാലും കണ്ണൊന്ന്, ഈ പിങ്ക് എന്ന് പറയുന്ന കളറൊക്കെ ഇത് പെട്ടെന്ന് അട്രാക്റ്റീവാ. ആ ഷെൽഫിൽ ഇത് ഇരിക്കുമ്പം ഇതിനകത്തോടെ കണ്ണു മാത്രല്ല, കൈ അറിയാതെ അങ്ങോട്ട് പോകും. ബബിൾ ടീ. അതെ, ബബിൾ ടീ. ഞാൻ ആദ്യമായിട്ടാ ലൈഫിൽ ബബിൾ ടീ കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ബബിൾ ടീ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കണ്ടിട്ടുണ്ട്. ബബിൾ ടീ, സ്ട്രോബെറി ഫ്ലേവർ ബബിൾ ടീ ആണ് നമ്മൾ കുടിക്കാൻ വേണ്ടി പോകുന്നത്. അത് എഴുതിയിട്ടുണ്ടോ? എന്ത് ഡ്രിങ്കും കുടിക്കുമ്പോൾ നല്ലോണം അതൊന്നും പറഞ്ഞിട്ടില്ല ശാസ്ത്രം. ഓക്കെ, അല്ല ഞാൻ ഷേക്ക് ചെയ്യുന്ന നീ പറഞ്ഞ കണക്ക് വരുന്നു കുടുത്തം കെട്ടവൻ വടുന്നേ. അട്രാക്റ്റീവ് ആയി, അതുകൊണ്ട് ഞാനല്ലേ നീ കുടിച്ചോളൂ. തടൂല, പക്ഷെ തടൂല. മനസ്സിൽ വെച്ചോ, ഞാൻ കുടിക്കട്ടെ. എന്റെ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങ് പോകും. റെഡി 1 2 3 ഒന്നിച്ച് പറയാം. ഇതെങ്ങനെയാണ് ബബിൾ ടീ ഒന്നിച്ച് പറയാൻ പറഞ്ഞപ്പോ നിന്റെ മനസ്സിൽ തോന്നിയത് എന്താ? അത് ഇതെങ്ങനെയാ ബബിൾ ടീ ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രിങ്ക്. സ്ട്രോബെറി ഫ്ലേവർ ഇല്ല. സ്ട്രോബെറി ഫ്ലേവർ ഇല്ല. പക്ഷെ ഇത് വൈറ്റമിൻ B5 B12. എടാ ബ്ലാക്ക് ടീ, എടാ തേയില ഇട്ടിട്ടുണ്ട്. 60% തേയിലയാണ്. സ്ട്രോബെറിയുടെ ജ്യൂസ് 20% ഉണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ ചില തുള്ളിയെ, ഞാൻ മറ്റൊരു ചേട്ടന്റെ വീഡിയോ കാണും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിക്കുന്ന ഒരു ചേട്ടനുണ്ടല്ലോ. ആ ചേട്ടൻ്റെ ഈ ലേബൽ നോക്കി വാങ്ങണമെന്ന് പറയുന്നത് നല്ലൊരു കോണ്ടന്റ്. ആ ചേട്ടന്റെ വീഡിയോ കാണും. അതിനകത്തൊക്കെ പല ബിസ്ക്കറ്റുകളുടെ ഒക്കെ
ഇപ്പം കാഷ്യൂനട്ട് എന്നൊക്കെ പറയുന്ന സംഭവം പറയുമ്പം അതിന്റെ ഒരു 0.5% ഒക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. പക്ഷെ അവരത് പരസ്യത്തിൽ പ്രൊജക്ട് ചെയ്ത് ഫ്രണ്ടിൽ വെക്കുന്നത് ആ കാഷ്യൂവിന്റെ ഇതിന്റെയൊക്കെ പടമായിരിക്കും. എന്നാൽ അത് ഏറ്റവും കുറവ് അതായിരിക്കും അതിനകത്ത്. അപ്പൊ അതേപോലെ പക്ഷെ അതിനകത്ത് അത് അനുസരിച്ച് ഇതിനകത്ത് സ്ട്രോബെറിയുടെ ഒറിജിനൽ ജ്യൂസ് 20% ഉണ്ട്. ആ പിന്നെ ടീ വാട്ടർ കുടിച്ചപ്പോ എനിക്ക് ആ ഒരു ഫ്ലേവർ കിട്ടിയില്ല. തേയിലയുടെ ഫ്ലേവർ ഉണ്ട്, നീ കുടിച്ചു നോക്ക്. ഇതിനൊക്കെ അറിയുന്നത് ഈ കുപ്പി അവന് വേണം. ഇതൊന്നും കുടിച്ചൂടാ, ഇതൊക്കെ കഫേൻ വരുന്നതാ. നോ 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 നോട്ട് റെക്കമെൻഡഡ് ഫോർ ചൈൽഡ് ആൻഡ് ഇൻഫന്റ്. ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞല്ല. ഇപ്പോഴും ആ ഒരു ഫ്ലേവർ വരുന്നില്ല. അതിന് എന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞൂടാ. നമുക്ക് വേഗം ഇതിന്റെ വില പറയാം. അടിയിൽ വില അടിയിൽ. നമുക്ക് ഇതൊന്ന് ഒഴിച്ചു നോക്കാം. കളർ ഏതാണ്? പിങ്ക് കളറ്. സ്ട്രോബെറിയുടെ അല്ലേ? പൽപ്പുണ്ടോ അതിനകത്ത്? അതുകൊണ്ടാ കുലുക്കാൻ പറഞ്ഞ ഞാൻ. കണ്ട ഇതിനകത്തെ എന്തിന്റെ ബബിൾ ഉണ്ട്. ഓ അതാണ് ബബിൾ ടീ. ബബിൾ ഉണ്ട് അതിന്റെ. നമ്മളെന്ത് മണ്ടരല്ലേ. ഇത് ഡപ്പ മാത്രമേ മുറിയൂലല്ലോ. ഇല്ല കണ്ടോ മുറിയും കേട്ടോ. മാമിയേ ഇത് തരത്തില്ല, ഓടിക്കോ. അതാ ഇതിനകത്ത് ഇനിയും ബബിൾ ഉണ്ട്. നമ്മൾ ഇത്രയും നാള് അമ്പൂന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും കൊടുത്ത് ശീലിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും കൊടുക്കാൻ യാതൊരുവിധ ഉദ്ദേശമില്ല. നമ്മള് കുടിക്കും. കൊടറി അതങ്ങ് നീ കയ്യിൽ വന്നേ. ഇതെങ്ങനെ ഞാൻ വിശ്വസിച്ച് കൊടുക്കും? അപ്പം കൊടുക്കണ്ട. ഓക്കെ, ഈ സാധനം ബബിള് ഉണ്ട്. നമ്മൾ ബബിൾ ടീ ഉള്ളവരെ മറന്നു പോയിട്ട്. അതുകൊണ്ട് അതാ ഞാൻ ചോദിച്ചത് ബബിൾ സാധനം അറിഞ്ഞോ? എന്തൊരു മറ്റേ ഷാജി പാപ്പാന്റെ ആട്ടുകാട്ടം വായിട്ട് കണക്ക് നല്ല കയർപ്പുണ്ടല്ലേ. ഏട്ടാ ഇത് നമ്മൾ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കഴിക്കുന്നുണ്ടാ. ഞാൻ പറയുന്നില്ല, പറഞ്ഞ ഏട്ടൻ ആ ഒരു ഇത് പോകും. അയ്യോ ബബിള് എന്തോ ഒരു ഇത് വായിൽ വെച്ച് പൊട്ടി അങ്ങ് പോകുന്ന കണക്ക്. അതിന്റെ അകത്ത് വെള്ളം പറഞ്ഞുതരാം. വാട്ടർ ബലൂൺ ഉണ്ടല്ലോ, നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ചു ചുമ്മാ ഒരു വട്ടം വാങ്ങിച്ചു നോക്കാം കേട്ടോ. ബബിള് കറക്റ്റ് ബബിൾ എന്ന് പറയുന്ന ബലൂൺ. അതിന്റെ മേളിലൊരു കവറിങ് മാത്രമേ ലാസ്റ്റ് നമ്മുടെ വായു ഇരിക്കുന്നുള്ളൂ. പ്ലാസ്റ്റിക് ആണോ ഇതൊക്കെ? അല്ല അങ്ങനെ എന്തോ ആടേ കണ്ടായിരുന്നോ? ഇല്ല കുഴപ്പമില്ല. ഇനി വില കസി. അപ്പൊ ഇത്രയും മെനക്കെട്ട് അവര് ഉണ്ട കൂരിട്ട് ഉണ്ടാക്കി വെക്കുന്നില്ലേ? വില കസി. എത്ര ML ഒരു ക്യാനഡേ അറിയാല്ലേ? ഈ ക്യാനി വരുന്ന സ്പ്രൈറ്റ് ഒക്കെ 150 രൂപ. കുഴപ്പമില്ല. നമുക്ക് ഒരു 5-ൽ ഒരു 3.5 കൊടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഫുഡിലോട്ട് പോകാം ഗൈസ്. അടുത്ത ഐറ്റം മൃദുല തയ്യാറാക്കിയ ട്രെൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കൂട്ടിയൊരു സാധനമാണ് എക്സ്പെരിമെന്റ്. പ്രിങ്കിൾ. ഞാൻ വിഷ്വലോടെ കൊടുക്കാം. പ്രിങ്കിൾസിനകത്ത് ഇവള് ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ച് അത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച്. എനിക്കറിയത്തില്ല ഇത് എന്തുവാണ്. ഞാൻ കണ്ടിട്ടില്ല ആ റീല്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. പ്രിങ്കിൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഉപ്പ് മസാലയൊക്കെ വരുന്നില്ലേ, അതിന്റെ കൂടെ നമ്മുടെ ഈ ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് ഒരു വിയേർഡ് കോമ്പിനേഷൻ അല്ലേ ആക്ച്വലി. ഫ്രീസ് ആയില്ല ഇത് നോക്കിയേ. കുഴപ്പമില്ല, കഴിക്കാം. സാധാരണ ഇത് അടുത്ത മുറിച്ചൊക്കെയാ കഴിക്കുന്നേ. ഇനിയിപ്പോ നമുക്ക് സ്പൂൺ വെച്ച് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. കട്ട് ചെയ്യാതെ ഇങ്ങനെ തട്ടിയത് വരുവാടാ. ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണ്ടേ? ഓക്കെ, കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കീറി എടുക്കുന്ന ചേട്ടാ ഞാൻ കാണുന്നത്. പക്ഷെ ഇതേ കട്ടി കുറച്ചുകൂടെ ആവാണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓ, ഇത് ഐസ്ക്രീം പോലെ വരൂല്ലേ? കട്ടിയാവും, നല്ല കട്ടിയാവും ഇത്. പ്രിങ്കിൾസ് ഇതൊക്കെ ആര് ട്രൈ ചെയ്തെന്ന് അറിയാമോ? ചുമ്മാ ലൈക്കിന് ഇതിന് വേണ്ടിയിട്ട് ഓരോരുത്തന്മാര് ട്രൈ ചെയ്യുന്നത്. അത് ബാക്കിയുള്ള നമ്മള് ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങി ട്രൈ ചെയ്യും. കണ്ടോ, ഇത് ഫ്രീസ് ആയില്ല. ഇനി എന്നെ കുറ്റം പറയല്ലേ, ഇത് ഫ്രീസ് ആയില്ല. അല്ല, എന്നാലും ടേസ്റ്റ് ഒന്നായിരിക്കുമല്ലോ. അപ്പൊ ഫ്രീസ് ആയാലും ഇല്ലേലും ഐസ്ക്രീം അരി തന്നെ പിടിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് നോക്കിയ ഗൈസ്, പൊക്കി കാണിച്ചേ. ഞാൻ തട്ടട്ടെ. എന്റെ മോനെ, നീ അത്രയും ചോക്ലേറ്റ് ഒഴിച്ചില്ലേ? അതെ, ഇതേപോലെയാണ് ഇരിക്കേണ്ടത് സാധനം. ഞാനൊരു റീല് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം കേട്ടോ പ്രിങ്കിൾസ്. അതെ കണ്ടോ. പക്ഷെ ഞാനിത് ആക്ച്വലി മെൽറ്റ് ആവുന്നതിന് മുമ്പ് എടുത്ത്. ഐ എം വെരി സോറി. സെയിം സാധനം എടുത്തുണ്ട്. ഈ സെയിം സാമ്പിൾ എടുത്ത അതേ പ്രിങ്കിൾസാ. ഒന്നുമില്ല, റൗണ്ടിൽ ഇങ്ങനെ ചോക്ലേറ്റ് ആയിട്ടിരിക്കും, നടുക്ക് പ്രിങ്കിൾസ് വരും, കട്ട് ചെയ്ത് കഴിക്കും റൗണ്ട് ആയിട്ട്.
സോ നമുക്ക് ലെറ്റ്സ് ടേസ്റ്റ് ഗൈസ്. ഇത് ഇപ്പൊ നമ്മളെ ഇത് ഇങ്ങനെ കോലമായി കേട്ടോ. അതുകൊണ്ട് ഈ കോലമായി അവിയൽ വരുപോയി. കുഴപ്പമില്ല, കഴിക്കാം. കഴിച്ചു, നീ എടുത്ത് ഇങ്ങനെ കഴിച്ചാൽ മതി. ഓക്കെ. ട്രെൻഡിനൊപ്പം ഞാൻ കഴിക്കണോ? കഴിച്ചു നോക്കാം അല്ലേ കുറച്ച്. ഇങ്ങനെയല്ല, നല്ല ക്രിസ്പി ആവും നമ്മൾ പ്രിങ്കിൾസ് കഴിക്കുന്ന പോലെ. ആ പ്രിങ്കിൾസ് പോയി, അത് അല്ലാണ്ട് കളിക്കായിരുന്നു. ഒരു പ്രിങ്കിൾസ് വെറുതെ പോയി. പപ്പടം കുതിർത്ത് തിന്നുന്ന ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന എനിക്ക്. അപ്പൊ അല്ലാതെ തിന്നെ കൊള്ളായിരിക്കോ? അവര് കട്ട് ചെയ്തിട്ട് നീ ആ ഇത് കഴിക്കുന്ന ക്രിസ്പിനെസ് കേട്ടില്ലേ? പ്രിങ്കിൾസ് കഴിക്കുന്നത്. പക്ഷെ എന്നാ പോലും ഇവിടെ ഞാൻ ഡൗട്ട് നോക്കട്ടെ, ഇത് ഉപ്പും എരിയുള്ള സാധനമല്ല, ചോക്ലേറ്റിന്റെ കൂടെ എങ്ങനെ മാച്ച് ആവാനാ? വിയേർഡ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുന്നില്ലേ? എനിക്കിതൊരു അട്ടർ ഫ്ലോപ്പ് ആയിട്ട് തോന്നിയത്. നിങ്ങൾ എന്തായാലും ഇതേ കണക്ക് ഇങ്ങനെ ആക്കാതെ കട്ടിയാക്കി നോക്കൂ. അതെ, ഫ്രീസ് ചെയ്ത് ഒരു ദിവസമെങ്കിലും ഇരിക്കണമെന്ന് തോന്നുന്നു മിനിമം. നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണ്ട, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു യുണീക് ടേസ്റ്റ് ആസ്വദിക്കണമെന്നോ. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ ഇതിൽ ഡയറി മിൽക്ക് ഒഴിച്ച് ഗാലക്സി ആണ് ഒഴിച്ചത്. ഇതിനകത്തുള്ള ട്രെൻഡിങ് ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്കോ മൃദുലേക്കോ ഫീഡിൽ അയച്ചു നോക്കൂ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇത് ഫ്ലോപ്പ് ആയി പോയി. ഇതിന് മാർക്ക് ടേസ്റ്റ് വൈസ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. സോ ഞാനൊരു 0. ഒന്നാ അല്ല, എന്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കാം. എന്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. മേ ബി ഇങ്ങനെ അല്ലല്ലോ, ഫ്രീസ് ആക്കണ്ടേ, അതുകൊണ്ട് വേണമെങ്കിൽ ഒന്നും കൊടുക്കാം. പക്ഷെ ടേസ്റ്റ് വൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രിങ്കിൾസ് അല്ലാതെ കഴിക്കുക, ചോക്ലേറ്റ് വാങ്ങിച്ച് അല്ലാതെ കഴിക്കുക. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. ലഡുവിനകത്ത് മത്തിക്കറി ഒഴിച്ചാലോ, എന്നിട്ട് ഫ്രീസ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ജിലേബിക്കകത്ത് കണവാത്തോരം കേറ്റാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മീന്റെ പനിഞ്ഞിലും ബ്രെഡും. ട്രൈ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അടുത്ത ഐറ്റം 2, 3 go. ഗൈസ്, ഇപ്പോ ഇത് ഇപ്പം ട്രെൻഡിങ് ആയൊന്നും അല്ല, ഇത് നേരത്തെ ട്രെൻഡിങ് ഒക്കെ ആയിരുന്നു. ഇത് പലരും കുടിച്ചിട്ടുണ്ടായിരിക്കും. ഇത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു 2 ഇൻഫ്ലുവൻസേഴ്സ് ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രാൻഡാണ് പ്രൈം. ലോഗൻ പൗളും കോങ്കോ ബ്രാൻഡാണ്. അതെ അതെ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇത് കണ്ടിട്ടില്ലാത്തവരാരും കാണത്തില്ല. നമ്മൾ ഇംഗ്ലീഷ് ചാനലിൽ കാണുന്ന എല്ലാവരും ഈ ഒരു പ്രൈമിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. തിരുത്തുണ്ട്, ഏട്ടൻ ഇത് പറഞ്ഞപ്പോഴും വാങ്ങിച്ചപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഇവർക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ കാണുന്നത്. അപ്പം ഇതിനകത്ത് എന്നെ ഞെട്ടിച്ചൊരു കാര്യം, 100 ml വെറും 4 കലോറി ഉള്ളൂ. വെറും 4 കലോറി. അപ്പോൾ ഷുഗർ എന്നും പറഞ്ഞ സാധനം, ആഡഡ് ഷുഗർ ഒന്നും വളരെ കുറവായിരിക്കും. പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ ആൻഡ് മിനറൽസ്. ലിസ്റ്റാണ് താഴെ കൊടുത്തേക്കുന്നത്. വിറ്റാമിൻ എ, ഇ, B6, B12, പൊട്ടാസ്യം. അപ്പം അത്യാവശ്യം നല്ലൊരു ഡ്രിങ്ക് ആണ് അല്ലേ? അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ആദ്യം കുറച്ച് പറഞ്ഞു. വാട്ടർ, കോക്കനട്ട് വാട്ടർ ഉണ്ട്, സിട്രിക് ആസിഡ്, നാരങ്ങ. കുഴപ്പമില്ല. അല്ല, മനസ്സിലായോ? 2-3 പൊടിക്കാം. ഐസ് പോപ്പ് ഞാൻ കുടിക്കട്ടോ. Do you like it? എനിക്ക് ഇഷ്ടപ്പെട്ടു. Okay. ഒരു ഇതുവരെ കുടിച്ചിട്ടില്ലാത്തൊരു ഡ്രിങ്കിന്റെ ടേസ്റ്റ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഡ്രിങ്ക് കുടിച്ചിട്ടില്ല. പക്ഷെ ആഡഡ് ഷുഗർ ഇല്ലെങ്കിൽ നല്ല മധുരമുണ്ട്. കുടി. ഒരു വ്യത്യസ്തകരമായിട്ടുള്ള ടേസ്റ്റ് കേട്ടോ. ഇതിലോട്ട് കുടിക്കാത്തൊരു ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ടേസ്റ്റ് ആണോ? വെറൈറ്റി ടേസ്റ്റാ, അത് സമ്മതിച്ചു. വെറൈറ്റി ടേസ്റ്റാ. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയ ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വായിക്കാത്ത ഫ്ലേവർ പോകുന്നില്ല. അത് അങ്ങനെ നിൽക്കുന്നുണ്ട്, നാക്കിലും തൊണ്ടിലും ഒട്ടിയിരിക്കുന്നു. ഇതിനകത്ത് നമ്മുടെ ഒരു ബൂമറിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? സീരിയസ്ലി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒരു കൊള്ളാം, വ്യത്യസ്തകരമായിട്ടുള്ള ടേസ്റ്റ്. ഇത് പ്രൈമൊക്കെ ആയതുകൊണ്ട് മേ ബി ഒരു 250+ ആയിരിക്കാം. 250-300 ഇടയ്ക്കായിരിക്കാം. കാരണം ഇത് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പുറത്തുനിന്ന് വരുന്ന ഡ്രിങ്ക് അല്ലേ, അപ്പൊ അതിന് വില കൂടുതലാവാനാണ് ചാൻസ്. 250. ഞാൻ പറഞ്ഞില്ലേ 99. അപ്പൊ ഇത് നമ്മളെ നാട്ടിലല്ലായിരിക്കും മാനുഫാക്ചേർഡ് ബൈ എവിടെ? നെതർലാൻഡ്സ്. കൺട്രി ഓഫ് ഒറിജിൻ നെതർലാൻഡ്സ്. നമ്മുടെ നാട്ടിലല്ല ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാ. സോ എത്ര മാർക്ക് കൊടുക്കുന്നു? ഞാൻ ഇത് 4 കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, നിനക്ക് നിന്റെ മാർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു മാർക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ കുടിയേ പലരുടെയും ടേസ്റ്റ് ബഡ്സ് ഡിഫറൻസ് ആയിരിക്കുമല്ലോ. എനിക്കിത് കുടിച്ചപ്പോൾ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു. ഏട്ടൻ പറഞ്ഞൊരു വെറൈറ്റി ടേസ്റ്റ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഞാനൊരു 2 കൊടുക്കും. കാരണം 400 രൂപ.
വില കൂടുതൽ. കുഴപ്പമില്ല, ഞാനൊരു 4 കൊടുക്കുന്നു. നിങ്ങളത് ഒരു വട്ടം വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. ഒറ്റ വട്ടം. ഒരു വ്യത്യസ്തകരമായ ടേസ്റ്റ് ഉണ്ട്, അത് മാത്രമേ ഞാൻ പറയുന്നത്. അല്ലേ, അത് ഓളകണം. ഈ വിറ്റാമിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല സാധനം. അതുപോലെ 4 കലോറി ഉള്ളെങ്കിൽ അടിപൊളി. അതെ. പക്ഷെ ഇത്ര മധുരം ഇവിടുന്ന് വരും. മധുരം ഉണ്ടല്ലോ, നല്ല മധുരം ഉണ്ട്. എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ അതിനുള്ളത് അവർ ആഡ് ചെയ്യുമായിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്തതിനകത്തോട്ട് പോവാം. അപ്പൊ ഫൈനൽ ഐറ്റം ഇതെന്താണ്? മിൽക്ക് കേക്ക്, മാംഗോ മിൽക്ക് കേക്ക്. ഇതാണ് ഐറ്റം ഗൈസ്. ലുലുവിന്റെ ഐറ്റം കണ്ടപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി. എന്നാ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊട്ടിക്കൂ, അൺബോക്സ്. കറക്റ്റ് അൺബോക്സ് ആയില്ല. ഇത് ഫ്രീസറിൽ വെക്കേണ്ടായിരുന്നു കേട്ടോ, അല്ലാണ്ട് വെച്ചാൽ മതി. നമ്മൾ ഫ്രീസറിൽ വെച്ചത് കട്ട്. ഓ മാൻ, ഇതിപ്പോ ലെയർ നമുക്ക് പുറത്തൂടെ കാണാം. ഇതിനകത്ത് ഭയങ്കര മഞ്ഞ കളർ കേട്ടോ. എനിക്ക് എന്നെ കണ്ണ്. ഓക്കെ ഞാൻ താങ്കളാണല്ലോ ഇതിന്റെ ആള്. സ്പൂൺ ഇറങ്ങുന്നില്ല കേട്ടോ, കട്ടി ഫുള്ള് ലെയറിലോട്ട് ഇറങ്ങിയില്ല. മേലത്തെ 2 ലെയറേ കിട്ടിയുള്ളൂ. ഓക്കെ, ഐസ്ക്രീം പോലെ ഇരിക്കുന്നല്ല, ഇത് ഐസ്ക്രീമാ. ഞാൻ ഫുള്ള് ലെയർ എടുക്കും. മധുരം അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വരിക, വാങ്ങിക്കുക, കഴിക്കുക. എനിക്ക് ഈ ബാക്കി താപ്പോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇതിന്റെ പൽപ്പ് മാത്രം ഇഷ്ടപ്പെട്ടു. മാംഗോയുടെ ഗൈസ്. അപ്പോ സാധനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീപ് ഫ്രീസ് ചെയ്യണ്ടായിരുന്നു. കാരണം അടിയിലത്തെ കേക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. മേലത്തെ പൽപ്പ് രക്ഷയില്ല കേട്ടോ, സൂപ്പർ പക്ഷെ അത്രയും കട്ടിയിൽ വേണ്ടായിരുന്നു. ഇപ്പഴേ ഈ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ വെച്ചിട്ടുള്ള ഐറ്റമേ ഫുള്ള് മാങ്ങ അടിപൊളി. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഇതൊക്കെ നല്ല മാങ്ങ, നമ്മള് ലുലുന്ന് വാങ്ങുന്ന മാങ്ങ മൊത്തം പുളി മാങ്ങ, അതെന്താ അങ്ങനെ ആവുന്നേ? എന്തോ നല്ലത് അവരുടെ അടുത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുളി തരുമായിരിക്കും. നമ്മൾ നോക്കിയെടുക്കുന്നതായിരിക്കും. ഒരുപാട് മധുരം തിന്നോണ്ടാന്ന് തോന്നുന്നു തിന്നാൻ പറ്റുന്നില്ല. അതുപോലെ 250 രൂപ വില ഗസ്സി ഞാൻ കണ്ടായിരുന്നു അതിനകത്ത്. കണ്ടായിരുന്നില്ലേ മോളി വെണ്ടക്ക 230 രൂപയ്ക്ക് നമ്മളെ 350 രൂപയ്ക്ക് നല്ല മുതുക്ക് സാധനം കിട്ടും. അപ്പൊ അതല്ലേ ലാഭം. അപ്പൊ ഇത് ഓവർ പ്രൈസ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 എത്ര കൊടുക്കണം? 2 ഗൈസ്. സോ നമ്മളെ ചലഞ്ച് ഇന്ന് മൈൻഡപ്പ് ആയിരിക്കുന്നു. അപ്പൊ നമ്മളിതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് സാധനം ഏതാ ഇത്ര എടുത്തതില്? മറ്റേ പ്രൈം ആയിരിക്കും അല്ലേ ഡ്രിങ്ക്. എന്നാ പിന്നെ മറ്റുള്ള പ്രിങ്കിൾസ് ആയിരിക്കും, ചോക്ലേറ്റ് ഒഴിച്ചത്. വേറെ എന്തോ ഫേവറേറ്റ്? ഞാൻ പറയാം, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പൈനാപ്പിൾ റോൾ. എനിക്കും അതാണ് ഇഷ്ടപ്പെട്ടത്. അത് കറക്റ്റ് മധുരവും അത്രയും ഒരുപാട് മധുരം എന്നാ കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റ്, നല്ല വില അഫോർഡബിൾ ആയിട്ട് 150 രൂപയ്ക്ക് എനിക്കതാ ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് നിങ്ങൾ ഗൈസ് ഇതേപോലെ ട്രെൻഡിങ് സാധനങ്ങൾ ഇൻസ്റ്റയിൽ അയച്ചു തരിക. നമ്മളവിടുത്തെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങാം, നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പൊ തോറ്റുപോയ ആംചി മാംഗോ നമ്മൾ കൊണ്ടുവന്നിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായ സാധനം ആംചി മാംഗോ മാത്രമല്ല, ആംചിയുടെ എന്തോ ലെമണിന്റെ സാധനമുണ്ട്. ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ട്രൈ ചെയ്യും. ട്രിവാൻഡ്രത്ത് ഇപ്പൊ കറന്റ് നമ്മൾ തപ്പിട്ട് കിട്ടിയില്ല. ഇത് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്കൊന്ന് ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണേ. നമുക്ക് സാധനം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇത് കഴിച്ചിട്ടില്ല. അമ്പുട്ടിക്കുട്ടി ഇവിടെ വാടിക്കളി പെണ്ണേ, തോക്ക് നമ്മൾ വെടിവെക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാരും വെടിവെക്കും. പിടിച്ചോ അമ്മ വെടിവെക്കാം. അമ്മ വെടിവെച്ച് അപ്പൊ അത് നിങ്ങൾക്ക് വെടി. അപ്പൊ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഫുഡ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഇതിനകത്ത് ഏതൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ താഴെ കമന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള സീരീസ് ആയിട്ട് ഇനിയും വരാം. ഫുഡുകൾ നമുക്ക് ഇൻസ്റ്റയിൽ റീലായിട്ട് കഴിച്ചു തരിക, നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ റോഡ് ടു 5 മില്യൺ ആണ്. സോ ഹാപ്പി. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ്. ഞാൻ എവിടെ കൈ വെച്ചില്ലല്ലോ, എന്തിനാ അങ്ങനെയൊക്കെ ഞാണം. അപ്പം റോഡ് ടു 5 മില്യൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നേക്ക് അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.